ഹലോ. ഇന്ന് ആദീൻ്റെ ബർത്ത്ഡേ ആട്ടോ. എൻ്റെ മൂത്ത ആളെ ബർത്ത്ഡേ ആണ്. ഇത് ചെറിയ ആളാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ വെറുതെ ജസ്റ്റ് രാത്രി ഒരു കേക്ക് വാങ്ങിച്ചു. രാജൂട്ടൻ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. അവന് 15 വയസ്സായി. അവൻ മാർച്ച് 12-നും ഞാൻ മാർച്ച് 5-നും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആൾക്കാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ട് തീരെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും ഇഷ്ടമല്ല. പിന്നാലെ നടന്ന് ഇന്ന് കുറച്ച് വീഡിയോ എടുത്തു. ദേവി നമ്മൾ അപ്ലോഡ് ചെയ്തു എന്നൊക്കെ എന്നോട് കുറേ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എന്ത് വന്നിട്ടും കാര്യമില്ല, ഞാൻ ചെയ്തിരിക്കും. അപ്പം ഇപ്പോൾ വലിയ കുട്ടി ആയതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കണം, ആ ഒരു രീതിയിലേക്കായി. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു വേണ്ട, വീട്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് അവർ പുറത്ത് പോയിട്ട് എല്ലാവരും കൂടെ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെയാണ് പ്ലാൻ. എന്തായാലും ഈ കുട്ടികളൊക്കെ പെട്ടെന്ന് വലുതായി. അപ്പം ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ രാജുവേട്ടൻ വരുമ്പോൾ രാത്രി ഒരു 9 മണി 9:30ക്കാണ് കൊണ്ടുവന്നത്. സ്കൂളിലെ ദിവസമാണ്. പിന്നെ ഞാൻ വെറുതെ കളിയാക്കാൻ ചോദിക്കും, മിഠായി വേണോ ഒക്കെ ചോദിക്കും കൊണ്ടുപോകാൻ. ഒരു നാണക്കേടാണ്, മിഠായിയൊക്കെ കൊടുക്കേ. ഇത് കണ്ടോ, ഒരു ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യില്ല, വീഡിയോയ്ക്കൊന്നും പോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണാതെയൊക്കെ എടുക്കണം. ഞാൻ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് നല്ല അടിപൊളിയാണ്, സുന്ദരനാണ്, ഒന്ന് അമ്മേൻ്റെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൂത്താളത് ചെറുതങ്ങനെയല്ല. ചെറുത് ഇന്ത്യക്ക് ഒരു ടൈപ്പാണ്, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും മൂപ്പര് റെഡിയാണ്, എല്ലാത്തിനും റെഡിയാണ്. ഒരു ഡാൻസ് ചെയ്യാൻ എന്നോട് കുറേ പറയണു, അമ്മേൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും കൂടെ ഒരു ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര ഭയങ്കര ഇഷ്ടമല്ല ഡാൻസ്, ഇഷ്ടമായിരുന്നു. അവൻ പീലൊക്കെ വന്നിരുന്നു. പിന്നെ ഏട്ടൻ അതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഏട്ടൻ്റെ പിന്നാലെ അതാണിപ്പോൾ വലിയ സംഭവിച്ചിട്ട്, അതുകൊണ്ട് അവൻ്റെ പിന്നാലെ നടക്കുക. കുറച്ച് വിവരം വെച്ചാൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് രാജുവേട്ടൻ്റെ അച്ഛനാണ്. അച്ഛൻ ആദി, ധ്യാൻ. അമ്മയ്ക്ക് വരാം. അമ്മയെ പറഞ്ഞ മാതിരി വീട്ടിൽ നിന്നായതുകൊണ്ട് പെട്ടെന്ന് കേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ വേഷമൊക്കെ വേഷം എല്ലാവരും വീട്ടിലത്തെ വേഷമായതുകൊണ്ടേ അമ്മ ഒരു നൈറ്റി കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ചമ്മൽ. കേക്ക് കട്ട് ചെയ്യാനും ഒക്കെ പ്രശ്നമായിരുന്നു ആദിക്ക്. ഈ ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്, ഇഷ്ടമല്ല അവന്. അപ്പോൾ അങ്ങനെ പിന്നെ രാജുവേട്ടനും ഉണ്ടായിരുന്നു, ഞങ്ങൾ മാത്രം. ഇത്രയും പേരാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ താമസിക്കുന്നത്. മീൻസ് അച്ഛനും അമ്മയും ഞാൻ, രാജുവേട്ടൻ, ആദി, ധ്യാൻ. ബാക്കി രാജുവിൻ്റെ സിസ്റ്റർ ഉണ്ട് തിരൂർ, കല്യാണം കഴിച്ചിട്ട് അവിടെയാണ്. രാജുവിൻ്റെ ബ്രദർ US-ലാണ് വിത്ത് ഫാമിലി ആയിട്ട് അങ്ങനെ. അപ്പോൾ അച്ഛന് കൊടുത്തു. അച്ഛമ്മ എൻ്റെ ഒരു തിരിയുണ്ട്, അമ്മയ്ക്ക് നൈറ്റ് ഇട്ടുകൊണ്ട് ഭയങ്കര മടി വരാൻ പുറത്തേക്ക്. പെട്ടെന്നായതുകൊണ്ട് ഞാനൊന്നും വേഷം മാറ്റില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു കണ്ണെഴുതാത്ത എൻ്റെ കോലം എന്നാലും സാരില്ലേ വിചാരിച്ചു. വീട്ടിലത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ഇടയ്ക്കൊക്കെ. രാജുവേട്ടൻ അങ്ങനെ. എന്നിട്ട് ഞാനിങ്ങനെ പറയാം, എന്തോ ഒരു കഷ്ടമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഗോകുലമോളിലെന്തോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്, ചിരിച്ച് നിന്നിട്ടുള്ള ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ ആവാല്ലേ എന്നൊക്കെ. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദിയുടെ ഈ കൊല്ലത്തെ ബർത്ത്ഡേ. 15 വയസ്സായി, വലിയ ചെക്കനായി. എന്തൊരു ഇതല്ലേ. അപ്പം അച്ഛൻ പറയുന്നുണ്ട് 15 വയസ്സായി, പെൺകുട്ടിയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ പണ്ടത്തെ കാലമാണെങ്കിൽ കല്യാണം നോക്കേണ്ട സമയമായി എന്നൊക്കെ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ആദീൻ്റെ ബർത്ത്ഡേ. വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. രാജുവിൻ്റെ വീടാട്ടോ, രാജുവിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മീൻസ് എന്താ പറയുക, പന്നിയങ്കരയാണ് ഞങ്ങൾ നിൽക്കുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബായ്.